പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സൗദിയിലെ അറബികളുടെ തല്ല് കാണുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോൾ ഈ വർഷത്തെ റമളാൻ മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭയഭക്തിയോടുകൂടിയും റമളാൻ മാസത്തിൻ്റെ ആ പവിത്രത ഉൾക്കൊണ്ട് തന്നെ എല്ലാവരും ജീവിക്കാൻ ശ്രമിക്കുക. ഈ ഒരു മാസം നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാത്രം മാറ്റിവെച്ചതാണ്. തൊട്ടതിനും പിടിച്ചതിനും എന്തിനും ഏതിനും പ്രതിഫലം വാരിയും കോരിയും തരുന്ന ഈ ഒരു മാസം നമ്മൾ പരമാവധി മുതലെടുക്കുക തന്നെ വേണം. നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അവരെയും നമ്മൾ നോമ്പിൻ്റെ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. വകതിരിവുള്ള നല്ല ആരോഗ്യമുള്ള നമ്മളെ മക്കളെ കൊണ്ട് മുഴുവനായും നോമ്പ് നോറ്റിക്കണം. അതുമാത്രമല്ല, വകതിരിവില്ലാത്ത നമ്മുടെ ചെറിയ മക്കളെ നമ്മൾ ഈ നോമ്പിൻ്റെ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കണം. എങ്ങനെയൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, എങ്ങനെയൊക്കെ നമുക്കിതിന് ആവേശം പകർന്നു കൊടുക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചെറിയ മക്കളായതുകൊണ്ട് തന്നെ അവർക്ക് മുഴുവനായിട്ട് നോമ്പ് നോക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോലെ തന്നെ അവരെയും നോമ്പിന് വിളിച്ച് നോമ്പിൻ്റെ നിയ്യത്തൊക്കെ കൊടുത്ത് നോമ്പ് നോറ്റിപ്പിക്കണം. നോമ്പ് നോക്കാനുള്ള ആ ഒരു പ്രോത്സാഹനം നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. അവർക്ക് കഴിയുന്നത്ര സമയം, ചിലപ്പോൾ 1 മണിക്കൂറാവാം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ കുട്ടികൾ നോമ്പ് മുറിക്കണമെന്ന് പറയും. ഓക്കെ, അത് സമ്മതിച്ചു കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അതിനുശേഷം അവരുടെ നോമ്പൊക്കെ മുറിപ്പിച്ച് അവർക്കൊരു ചെറിയ സമ്മാനവും അവരുടെ കവിളിൽ ഒരു മുത്തവും കൊടുത്ത് നമുക്ക് അവരെ പ്രോത്സാഹിപ്പിച്ചെടുക്കണം. 1 മണിക്കൂറുള്ളത് ഇങ്ങനെ 2 മണിക്കൂറാകും. പിന്നെ ഉച്ച നോമ്പ്. പക്ഷേ ഈ ഒരു നോമ്പിനൊന്നും കാര്യമില്ല എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ എന്നാലും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ ചെയ്തേ പറ്റൂ. ഇങ്ങനെ ഓരോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഓരോ സമ്മാനങ്ങളും നൽകേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം. നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയൊരു സമ്മാനം, അത് നോമ്പെടുത്താലായാലും ഖുർആൻ ഓതിയാലും നിസ്കരിച്ചാലും നമ്മൾ ഓരോ സമ്മാനങ്ങൾ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് നമ്മുടെ കൂടെ തന്നെ അവരെ കൊണ്ടുവരണം. അപ്പോൾ ഈ റമളാൻ മാസം മക്കൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തികളും നല്ല നല്ല സമ്മാനങ്ങൾ കൊടുത്ത്, ഇപ്പോൾ 30 നോമ്പ് നോറ്റ കുട്ടികളാണെങ്കിൽ നല്ലൊരു സമ്മാനം തന്നെ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുത്ത് കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സൗദിയിലെ അറബികളുടെ ആ ഒരു തല്ല് കാണാം. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് മാസപ്പിറവി കാണാൻ അത്ര സാധ്യത ഇല്ലാത്ത ദിവസമായിട്ട് പോലും മരുഭൂമിയിലെത്തി മാസപ്പിറവി നേരിട്ട് വീക്ഷിച്ചതിലെ ആഹ്ലാദമാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. അറബികൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു കുഞ്ഞു കാര്യം പോലും അവർ ഗംഭീരമായങ്ങ് ആഘോഷിച്ചു കളയും. അപ്പോൾ ഒരു വിശ്വാസിയുടെ ഏറ്റവും പുണ്യദിനങ്ങൾ വിരുന്നെത്തുമ്പോൾ എങ്ങനെയാണ് അവർക്ക് അതിരറ്റ സന്തോഷം അടക്കിപ്പിടിക്കുക? അപ്പോൾ മാഷാ അല്ലാഹ്, കണ്ടില്ലേ? കണ്ടാൽ ആള് കരുതും എന്തോ തർക്കത്തിൻ്റെ പേരിൽ ഇവർ തല്ലുകൂടുകയാണെന്ന്. പക്ഷെ അതൊന്നുമല്ല കാര്യം. സൗദിയിൽ മാസപ്പിറവി കണ്ടാൽ ആ ഒരു സന്തോഷം പങ്കിടൽ ഇതുപോലെയാണത്രേ. സൗദിയിൽ മാസപ്പിറവി കണ്ടാൽ ഒരു കല്യാണ വീട്ടിലെ സന്തോഷം എങ്ങനെയാണോ അങ്ങനെയാണത്രേ അവിടെ കൊണ്ടാടുക. എന്നാലും മാഷാ അല്ലാഹ്, തല്ലുകൂടിക്കൊണ്ടൊരു സന്തോഷം പങ്കിടൽ നമുക്കൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലത് വരട്ടെ. നോമ്പിൻ്റെ പവിത്രത ഉൾക്കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.